നമുക്കൊരു 1 to 2 ഇയർ ബേബിയുടെ ഒരു സ്ട്രക്ചേർഡ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതൊട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്യാമെന്നുള്ള ഒരു എളുപ്പ വഴിയാണ്. മെഷർമെൻ്റ് ഒന്നും പ്രത്യേകിച്ച് എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇതുപോലെ വെച്ചേക്കുന്ന പോലെ തന്നെ ഒരു പഴയ ഡ്രസ്സ് ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിലുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം എത്രയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2.5 ഇയേഴ്സ് വരെയൊക്കെ നമുക്കിതിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു 4 ഇഞ്ച് വരെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ആർച്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. അവിടെ നിന്ന് തന്നെ താഴേക്കുള്ളത് ഒരു 17 ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മാർക്ക് ചെയ്ത് ആർക്ക് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ടേപ്പും പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക, ഡൗൺ പോർഷനും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് പോർഷൻ എടുത്തിട്ട് നമുക്ക് യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനുള്ള കട്ട് ചെയ്യാനായിട്ട് ഇത് തന്നെ മടക്കിയിട്ടിട്ട് വേസ്റ്റേജ് പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ലൈനിങ് കട്ട് ചെയ്യുകയാണ് യോക്ക് പോർഷൻ. അപ്പോൾ ഇതേപോലെ മടക്കിയെടുത്ത് സിമ്പിളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മെഷർമെൻറ്റിൻ്റെയോ ടേപ്പിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ മെഷർമെൻറ്റ് എടുത്ത് കാണിക്കുന്നത്. ഒരു 8.5 ഇഞ്ചോളം ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് പാറ്റേൺസ് നിങ്ങൾക്ക് ഏതാണോ നെക്ക് വേണ്ടത് ആ രീതിയിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്ത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും എടുക്കുക. അപ്പോൾ യോക്കിൻ്റെ ലൈനിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റേൺ, നേരത്തെ ബാലൻസ് വന്ന സാറ്റേൺ നമുക്ക് അതിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലും നമ്മൾ പേൾ പിന്നൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാറ്റേണിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും സാറ്റേണിൻ്റെയും കൂടെ തന്നെ നമുക്ക് ഒരു നെറ്റിൻ്റെ ഒരു പീസും കൂടി അറ്റാച്ച് ചെയ്യണം. പിന്നെ അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ട് ഇത് നമുക്ക് ഡൗൺ പോർഷൻ്റെ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി റേഡിയസ് ഒരു 10.5 ഇഞ്ച് വരുന്ന രീതിയിൽ, റേഡിയസ് ഉള്ള രീതിയിൽ നമുക്ക് സർക്കിൾസ് കട്ട് ചെയ്തിടണം. എന്നിട്ട് അതിനെ നമ്മൾ കെമിക്കൽ ലേസ് വെച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ പിന്നെ വേറെ ഇതേപോലെ ഒരു പീസും കൂടി സെറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ അടിയിലും ഫ്രോക്കിൻ്റെ അടിഭാഗത്തായിട്ട് കെമിക്കൽ ലേസ് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസും സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ വെച്ചേക്കുന്ന പോലെ തന്നെ ക്രോസ് പീസും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കെമിക്കൽ ലേസ് എടുക്കുക. ഞാനൊരു പഞ്ചായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അല്ലാതെ കട്ട് ചെയ്ത് കിട്ടിയാലും നമുക്കത് എത്രത്തോളം തികയുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നെറ്റൊന്ന് മടക്കിയിട്ട് കെമിക്കൽ ലേസ് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ഫോൾഡും കൂടി ചെയ്ത് ഫിനിഷിങ്ങിലായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതെടുക്കുക. അപ്പോൾ ഇത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡും പിന്നെ ആ റൗണ്ട് സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ സർക്കിൾസും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ സർക്കിൾസ് വെച്ചിട്ടുണ്ട്. സർക്കിൾസാണിത്. സർക്കിൾസിൻ്റെ എഡ്ജും ഒരു 1/2 ഇഞ്ച് വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ലേസും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അത് പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കി ചെയ്യുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ സർക്കിൾസ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേനും ശ്രദ്ധിച്ച് ചെയ്യണം. സൂചി ഒടിയാം. പിന്നെ മെറ്റീരിയൽ അതിൻ്റെ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ നമ്മളുടെ ത്രെഡൊക്കെ എടുത്തറിയുമ്പോൾ അതിൻ്റെ ഒരു വൃത്തികേടുണ്ടാവും. അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണിത്.
എല്ലാം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി നമ്മൾ പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതൊരു വർക്കൊരു ഇച്ചിരി പണിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ചെയ്യുമ്പോൾ ആ ഇൻട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. നല്ല ഇൻട്രസ്റ്റിൽ ചെയ്താലും മതി. ഇപ്പോൾ ഈ സർക്കിളിൻ്റെ ലാസ്റ്റ് പോർഷൻ ആയപ്പോൾ കെൻകൻ ലേസ് കട്ട് ചെയ്യേണ്ടത് നോക്കി. ലെങ്ത്ത് കറക്റ്റായിട്ട് ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എടുത്തിട്ട് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ ഫസ്റ്റ് നെറ്റ് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് കെൻകൻ ലേസ് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് വേണം, ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരുടെ മെയിൻ കാര്യമാണ് ഇതുങ്ങൾക്ക് കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ എഡ്ജൊക്കെ കുത്തിക്കൊണ്ട് കഴിയുമ്പോൾ അതുങ്ങൾ ഡ്രസ്സൊന്നും ഇടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആ രീതിയിൽ നമ്മൾ നല്ല ബാലൻസ് വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് വൃത്തിക്ക് നല്ലോണം ഫോൾഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. എന്നിട്ടിപ്പോൾ ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുമ്പോൾ അതൊന്ന് ഫിനിഷിങ്ങിൽ അവിടെ ഇരുന്നോളും. എന്നിട്ട് വേണം രണ്ടും കൂടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇത് കഴിഞ്ഞു. എന്നിട്ട് ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒന്നിച്ചായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. എന്നിട്ട് വേണം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒത്തിരി വലിച്ചൊന്നും പിടിക്കണ്ട, പക്ഷേ നോർമലായിട്ട് അധികം ടൈറ്റ് ആക്കാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും. എന്നിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് എഡ്ജും കറക്റ്റാണോ, ഒത്തിരി ചുളുക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വേറെ ഒന്നുമല്ല, ബിഗിനേഴ്സിന് കുറച്ച് പാടാണ് ഇത്. ഇത്രയും മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇതൊരു 6 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ചെറിയൊരു ചൂടായിട്ടൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്തൊക്കെ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ചൂട് നോക്കുക. നെറ്റാണ് മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ സർക്കിൾസ് കഴിഞ്ഞാൽ നമ്മളൊരു ലെങ്തി ആയിട്ടുള്ള 17 ഇഞ്ച് വീതി വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ടല്ലോ ലെങ്ത്തിൽ. അപ്പം ആ ലെങ്ത്തല്ല, വിഡ്ത്തിൽ. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ ഇറക്കം വരുന്നത് 17 ഇഞ്ചാണ്. അതേപോലെ നമ്മൾ ഫസ്റ്റ് സർക്കിൾ ചെയ്ത പോലെ തന്നെ നെറ്റ് ഫോൾഡ് ചെയ്തിട്ട് കെൻകൻ ലേസ് വെച്ച് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചിട്ട് എടുക്കുക. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനുണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് പീസൊന്നും ഇടുന്നില്ല. ഇത് വെച്ച് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സൂചി ഇടക്കിടക്ക് വിട്ടൊക്കെ പോരുന്നുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് കയ്യിലൊന്നും കൊണ്ടില്ല. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ക്വാളിറ്റിയുള്ള സൂചി ആയതുകൊണ്ട് കയ്യിലേക്ക് കയറിയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് കയറിയേനെ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നെറ്റ് ഫോൾഡ് ചെയ്യുക. പിന്നെ കെൻകൻ ലേസ് അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. ഇപ്പോൾ സർക്കിൾസുമായി ഈ ഒരു പോർഷൻ, എന്നിട്ട് ഇതിനെ നമുക്ക് ഫ്രില്ലിട്ട് എടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ സൈഡ് അടിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിക്ക് മടക്കിയിട്ട് ഇൻസൈഡ് നല്ലോണം മടക്കി എടുത്തിട്ട് നേരത്തെ നമ്മൾ സർക്കിൾസ് ചെയ്ത പോലെ തന്നെ ഒത്തിരി ഭയങ്കരമായിട്ട് വലിച്ചു പിടിക്കാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒത്തിരി ചുളുക്കളൊന്നും അധികം വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ തന്നെ മടക്കിയിട്ട് നീറ്റാക്കി. കെൻകൻ ലേസ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇതറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബൊക്കെ കുറേ സെർച്ച് ചെയ്ത് എടുത്തതാണ്. ഇതിപ്പോൾ നൂലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തില്ലെങ്കിൽ ഈ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഇത് നൂലൊക്കെ അകത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഒരു വൃത്തികേടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ കെൻകൻ ലേസ് ഇൻസൈഡിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിയിൽ റഫിൾസ് വന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രോക്കിൻ്റെ ഡൗൺ പോർഷനിൽ റഫിൾസ് ആയിട്ട് കിടക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്തെങ്കിലും റെഫറൻസ് വല്ലതും ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാം. കണ്ടോ, ഇതേപോലെ റഫിൾസ് ഡൗൺ പോർഷനിൽ വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും, ഫ്രോക്കിന് നല്ല പഫി ആയിട്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അതർ പോർഷൻ നമുക്ക് നോർമൽ ഫ്രിൽസ് ഇടുന്ന പോലെ തന്നെ ഫ്രിൽസ് ഇട്ട് എടുക്കണം. ഇതിപ്പോൾ നോർമൽ ഫ്രിൽസ് ഇട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ലോവർ പോർഷനിലുള്ള ലൈനിങ്ങും നമ്മുടെ സാറ്റേണും കൂടി അറ്റാച്ച് ചെയ്ത് ഞാൻ പേൾ പിന്ന് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൗൺ പോർഷൻസ് നമ്മൾ നീറ്റായിട്ട് ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നന്നായി നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സാറ്റേൺ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇൻസൈഡിൽ വരുന്നത് ഒരു ലൈനിങ് ഉണ്ട്, അത് ഓപ്പോസിറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് എന്നും പിള്ളേരുടെ മേത്തൊന്നും കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കുത്തിക്കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല നീറ്റുമായിരിക്കും. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. സ്റ്റിച്ചിന് വലിയ റഫിൾസ് ഉള്ളതൊന്നും തോന്നില്ല. നല്ല നീറ്റായിട്ട് സാറ്റേൺ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ ചൂടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. തേക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഈ തയ്ക്കുമ്പോഴുള്ള കുറേ നൂലും കാര്യങ്ങളൊക്കെ പൊന്തി വരും. സാറ്റേൺ ആകുമ്പോൾ പെട്ടെന്ന് പിഞ്ചി വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതേപോലെ ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണേ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് തന്നെ നൂലൊക്കെ നല്ല നീറ്റായിട്ട് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല.
പിന്നെ ചിലപ്പോൾ കട്ട് ചെയ്യാൻ മറന്നാൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുമോ. അപ്പോൾ ഇതേപോലെ ചെറിയൊരു ചുളുക്ക് വന്നിട്ടുണ്ട്. എന്നാലും അത് നീറ്റായിട്ട് തേച്ചൊക്കെ കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് വലിച്ചു പിടിച്ച് അങ്ങോട്ട് അത്യാവശ്യം വലിച്ചു പിടിച്ച് അങ്ങ് തേച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ്റേൺ ഉള്ളിലേക്കും ലൈനിങ് ക്ലോത്തില്ലേ, ലൈനിങ് ക്ലോത്ത് ഇപ്പോൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഫേസ് ടു ഫേസ് ആവുന്ന രീതിയിൽ വേണം മടക്കി എടുക്കാനായിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വൃത്തികേടുണ്ടാവില്ല, കുത്തിക്കൊള്ളില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നോക്കിയത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ലെങ്ത്ത് ചെറിയ ഡിഫറൻസ് എങ്ങാനും വന്നാലോ എന്ന് ഓർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അത് അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ആ പോർഷൻ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ലൈനിങ്ങും സാറ്റേണും കൂടി ഇട്ടിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ തന്നെ പേൾ പിന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. സ്റ്റിഫ് നെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അത് ഒരു മീറ്ററൊക്കെ മതിയാവും, കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സായതുകൊണ്ട്. അപ്പോൾ നമുക്കതൊരു 4 മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഫ്രിൽസ് ഇട്ടിട്ട് നമ്മളത് ലൈനിങ്ങും സാറ്റേണിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരയിൽ ഒത്തിരി കട്ടി വരില്ല. ഈ ലൈനിങ്ങും സാറ്റേണിൻ്റെയും സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ, സ്റ്റിച്ചിൻ്റെ അകത്തായിട്ട് വെച്ചിട്ട് വേണം, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ ലേസ് ഇത് വെച്ച് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ രണ്ടിൻ്റെ നടുക്ക് വെച്ചിട്ട് ഈ ലൈനിങ് പീസും സാറ്റേണും വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻസൈഡ് പോർഷനിൽ രണ്ടിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അപ്പോൾ അധികം കട്ടിയില്ലാതെ നല്ല വൃത്തിക്ക് വരികയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെയും സൂചിയൊക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഇൻസൈഡിൽ വലിയ പ്രശ്നമില്ലാതെ അതവിടെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രിൽസൊക്കെ ഇട്ടിട്ട് ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് ലൈനിങ് കഴിഞ്ഞിട്ട് കെൻകൻ ലേസ് വരും, സ്റ്റിഫ് നെറ്റ് വരും, അത് കഴിഞ്ഞിട്ട് സാറ്റേൺ വരും. അങ്ങനെ ഇതേപോലെ. പിന്നെ അടുത്ത പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രില്ലൊക്കെ ഇട്ട് വെച്ച മെറ്റീരിയൽ ഇല്ലേ, അപ്പോൾ അത് കറക്റ്റ് വെച്ചിട്ടെടുക്കുക. ഇത് നേരത്തെ നമ്മൾ സർക്കിൾസ് കട്ട് ചെയ്തെടുത്തത് 6 സർക്കിൾസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പീസിൽ കെൻകൻ ലേസ് ഡൗൺ പോർഷനിൽ വെച്ച് 17 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അത് 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫ്രില്ലിട്ടിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ബാലൻസ് വന്ന പീസെല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി
കട്ട് ചെയ്തൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ്റെ കൂടെ തന്നെ ഈ ഇപ്പോൾ സ്ട്രെയിറ്റ് അടിച്ചെടുത്ത പീസില്ലേ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതേപോലെ സ്കേർട്ടും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സർക്കിളില്ലേ, സർക്കിളിൻ്റെ സെൻറ്റർ പോർഷനിൽ കുറച്ച് മുകളിലാക്കി പിടിക്കുക. അതായത് ഒരു 7 ഇഞ്ച് വരുന്ന രീതിയിൽ ഏകദേശം എടുത്തിട്ട് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ടേപ്പിൻ്റെ ആ എഡ്ജ് തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒന്ന് പിടിച്ചിട്ട് 7 ഇഞ്ച് കറക്റ്റിലെടുത്തിട്ട് നമ്മളൊന്ന് പൊക്കി നേരെ അവിടെ വയ്ക്കുമ്പോഴത്തേനും കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും. ആ ഫ്രിൽസൊക്കെ അതേ രീതിയിൽ കിടക്കുന്ന പോലെ. ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ വയ്ക്കേണ്ട ഒരു പീസാണ്. ഈ സ്കേർട്ടിൻ്റെ ഈ സർക്കിൾസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പീസാണിത്. ഞാനൊരു റെഫറൻസ് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇപ്പോൾ സ്കേർട്ട് കട്ട് ചെയ്ത അതേ പാറ്റേണിൽ തന്നെ കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് ഒത്തിരി ലെങ്ത്ത് വേണ്ട, ഒരു കുഞ്ഞ് പീസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരൊറ്റ ലെയർ മതി. ഇത് സീക്വൻസിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതേപോലെ പേൾ പിന്ന് ഞാൻ കുത്തി എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഈ സീക്വൻസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതേപോലെ നീറ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാം പേൾ പിന്ന് വെച്ചിട്ട് എല്ലാം 6 പീസ് 6 സർക്കിൾസ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരേപോലെ ഈക്വലി ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിലേക്കാണ് ഇതേപോലെ 6 സൈഡിലും മുന്നിലും 3 ബാക്കിലും 3 വെച്ച് അപ്പോൾ ഏകദേശം സർക്കിൾസ് കവറപ്പ് ചെയ്ത് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് സീക്വൻസിൻ്റെ ഒരു കട്ട് ചെയ്തെടുത്തതില്ലേ ആ പീസും കൂടി എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ സീക്വൻസിൻ്റെ മെറ്റീരിയൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡിൽ തന്നെ കെൻകൻ ലേസ് വെച്ച് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൗൺ പോർഷൻ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ സർക്കിൾസും ഒരു സ്ട്രെയിറ്റ് പോർഷൻ കെൻകൻ ലേസ് അറ്റാച്ച് ചെയ്തതും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്നും കൂടി സ്റ്റിച്ച് ചെയ്യുകയാണ്. പതുക്കെ പതുക്കെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ യോക്ക് പോർഷൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതാണ്. അപ്പോൾ ഒരു നെറ്റിൻ്റെ പീസും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമുക്ക് സീക്വൻസിൻ്റെ മെറ്റീരിയലും കൂടി വെച്ചിട്ട്, എന്നാൽ ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ഇത് പേൾ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒട്ടും സീക്വൻസോ ഒന്നും ഒരു കല്ലോ ഒന്നും നമുക്ക് കൊച്ചുങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാതെ ഇരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ കഴുത്തടിച്ചിട്ട് കഴുത്തും അടിച്ച് കൈക്കുഴിയും അടിച്ച് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പുറത്തെ കൈക്കുഴിയും കൂടി അടിക്കുകയാണ്. കൈക്കുഴിയും കൂടി അടിച്ചിട്ട് ബാലൻസ് വരുന്ന പോർഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ ആ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ കൈക്കുഴിയാണ് അടിക്കുന്നത്. ബാലൻസ് വരുന്ന പീസെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ബാക്ക് നെക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് സിബ് വയ്ക്കാനുള്ള പീസും കൂടി ഒന്ന് അടിച്ചിട്ട് വേണം നമുക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു കട്ട് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചെടുത്ത് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എഡ്ജ് മാത്രം കട്ട് ചെയ്യുക. ഇല്ലാതെ ഒന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കഴുത്തത് സെറ്റായി കിട്ടില്ല. എന്നിട്ട് ഇത് അടിച്ച് മറിച്ചെടുക്കുക. ഞാൻ സൈഡും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടാത്ത പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ സൈഡ് അടിച്ചിട്ട് വേണ്ടാത്ത പീസ് കട്ട് ചെയ്ത് മാറ്റി മറിച്ചെടുത്തിട്ട് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നീറ്റായിട്ട് ഒന്നും കുത്തിക്കൊള്ളാതെ നമുക്ക് കിട്ടും. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഈ പോർഷൻ നമുക്ക് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പോർഷനും കൂടിയാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ സിബ് വെക്കാനുള്ള സെൻറ്ററായിട്ടുള്ള മാർക്ക് ചെയ്ത് നെക്ക് മാർക്ക് ചെയ്തിട്ട് ആ പോർഷൻ നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം മറിച്ചെടുക്കാൻ. അല്ലെങ്കിൽ വേറൊരു പീസ് വെച്ച് അടിച്ച് മറിക്കേണ്ടി വരും. പിന്നെ അത് ഹെം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതും കൂടെ അടിച്ചിട്ട് വേണം മറിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാനത് ചെയ്ത വീഡിയോ കാണിച്ചില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സ്ട്രാ പറഞ്ഞത്. അപ്പോൾ അത് അടിച്ച് മറിച്ചിട്ട് വേണം അടിച്ചിട്ട് വേണം അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് പീസ് എടുത്തിട്ട് സിബ് അടിക്കാനുള്ളത് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യണത്. അത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ അടിച്ച പോലെ തന്നെ അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് പീസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ബാക്ക് പീസ് കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ട് പീസാണ് ചെയ്യുന്നത്. ഫ്രണ്ട് യോക്കിൻ്റെ പീസാണ്. അതിപ്പോൾ നെക്കിൻ്റെ പീസാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വൈഡർ നെക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വൈഡറായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നെക്കിൻ്റെ കഴിഞ്ഞു. ഇനി കട്ട് ചെയ്തിട്ട് കൈക്കുഴിയുടെ ആം ഹോളും സൈഡും നേരത്തെ ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ, യോക്ക് പോർഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആവശ്യമില്ലാത്ത പീസെല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷോൾഡറും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. കാരണം ഇത് അടിക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്.
അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനും കൂടി കട്ട് ചെയ്ത് എല്ലാം ബാക്കി വന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്കിത് ടേൺ ചെയ്തെടുക്കണം. മറിച്ചെടുത്തിട്ടിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ട് പോർഷനും ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരെണ്ണം നല്ല രീതിയിൽ മടക്കി മറിച്ചെടുത്തതായിരിക്കണം. ഒരെണ്ണം തിരിച്ചിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല വശവും കൂടി ആക്കി വെക്കുമ്പോഴത്തേനും ഷോൾഡറിൻ്റെ അകത്തേക്ക് കൂടി കയറ്റുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഷോൾഡറിൻ്റെ സൈഡ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കിട്ടും. എന്നിട്ട് ബാക്കി ഒരു പീസ് മാത്രം മറിച്ചിട്ടെടുക്കുമ്പോഴത്തേനും ഷോൾഡർ നീറ്റായിട്ടിരിക്കും. ഇപ്പോൾ രണ്ടും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ രണ്ടും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് നോക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഷോൾഡർ ഉള്ളിലേക്ക് വയ്ക്കുക. അത് ഏതാണെങ്കിലും, ബാക്ക് നെക്കാണെങ്കിലും ഫ്രണ്ട് നെക്കാണെങ്കിലും. ബാക്ക് നെക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ബാക്ക് നെക്ക് ഷോൾഡേഴ്സ് മാത്രം അകത്തേക്ക് വെച്ചിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡേഴ്സും കൂടി സിമിലറായിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് എടുക്കണം. അതായത് ബാക്ക് സൈഡിൻ്റെ ഷോൾഡേഴ്സിൻ്റെ അകത്തേക്ക് ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ പോർഷൻ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യുമ്പോഴത്തേനും ഇതേപോലെ തന്നെ പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ മറിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് നെക്ക് കറക്റ്റ് ചെയ്തെടുത്തിട്ട് വേണം ബാക്ക് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് നെക്ക് നീറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് കഴിഞ്ഞ ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആം ഹോളും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറിലും ഫ്രണ്ട് നെക്കിൻ്റെ രണ്ട് ഷോൾഡറും പിന്നെ നെക്ക് പോർഷനും ആം ഹോളും നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഷോൾഡേഴ്സ് നമുക്ക് ബാക്ക് യോക്കിൻ്റെ ഷോൾഡറിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ യോക്ക് പോർഷൻ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത പീസൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കണം. ഇത് നമുക്ക് ബാക്ക് പോർഷൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നന്നായിട്ട് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചില്ലേ, അത് ഒന്നും കൂടി ബാക്ക് യോക്കിൻ്റെ ഷോൾഡേഴ്സിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ രണ്ട് ഷോൾഡേഴ്സും ഒരേപോലെ വെച്ച് ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ബാക്ക് നെക്ക് ഷോൾഡർ ടു അപ്പുറത്തെ ബാക്ക് നെക്ക് വരെ ഒന്ന് പതിച്ചടിക്കുക, ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ആം ഹോളും ഒക്കെ അതേപോലെ തന്നെ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ബാക്കിൽ സിബ് വയ്ക്കേണ്ട പോർഷനും കൂടി നമ്മൾ നേരത്തെ അടിച്ച് മറിക്കുമ്പോൾ തന്നെ, ഞാനത് പറയാൻ വിട്ടുപോയി, അടിച്ച് മറിക്കുമ്പോൾ തന്നെ അടിച്ചിട്ട് മറിച്ചെടുക്കുക. ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് നീറ്റായിട്ട് യോക്ക് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വണ്ണം ഒരു 4 മടക്കി ഇടുമ്പോഴത്തേനും ഒരു 5 ഇഞ്ചസിൽ ഉള്ള രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഫ്രണ്ട് നെക്കും ബാക്കുമായിട്ട് തന്നെ യോക്ക് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കണ പോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇതേപോലെ തന്നെ കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് യോക്ക് പോർഷനും താഴത്തെ സ്കേർട്ട് പോർഷനും തമ്മിലായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോഴത്തേനും യോക്ക് പോർഷൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടി വെച്ചിട്ട് വേണം. പേൾപ്പിന് എന്തെങ്കിലും കുത്തിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതേപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നേരത്തെ ലൈനിങ് പീസിൽ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് കിട്ടും. ആദ്യം തടിപ്പുണ്ടാവില്ല. നമ്മൾ യോക്കിൻ്റെയും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്യുന്ന അവിടെ അധികം തടിപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക, സാറ്റേണിലേക്കായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഈ ഫ്രോക്കിൻ്റെ. അപ്പോൾ ഇതേപോലെ നെറ്റ് നമ്മൾ നേരത്തെ സ്കേർട്ടിന് വേണ്ടി യൂസ് ചെയ്ത നെറ്റ് ആ മെറ്റീരിയൽ രണ്ട് സൈഡിലും ഫ്ലീറ്റ് മടക്കി നന്നായിട്ട് നീറ്റായിട്ട് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഗൗണാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ തയ്ച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാനിത് യൂട്യൂബ് നോക്കി പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ റെഫറൻസ് പിക്ചേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നെറ്റ് മടക്കി അടിക്കുക, രണ്ട് എഡ്ജസും മടക്കി അടിക്കണം. എന്നിട്ട് അതിന് ഒരു 1/4 ഇഞ്ച് രീതിയിൽ ചെറിയ, അതായത് ഇത് ഇപ്പോൾ ലൈൻസ് വരുന്നതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് അതനുസരിച്ച് തന്നെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോഴത്തേനും അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഏകദേശം ആ ഒരു സിമിലറായിട്ട് വരുന്ന ഒരു നെറ്റ് ഫാബ്രിക്കും എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ നെറ്റ് ഇതേപോലെ തന്നെ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിക്കണം, വളയാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ടങ്കീസ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള രീതിയിൽ നീളം വരുന്ന രീതിയിൽ ഞാനത് സ്റ്റിച്ച് ചെയ്ത് ഓരോ പോർഷനായിട്ട് എടുക്കണതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തത്.
നമുക്ക് ഏതൊക്കെ ഒരു പോർഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാനായിട്ട് മെയിനായിട്ട് ഇതിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മാക്സിമം ലെങ്ത്തിലും വിഡ്ത്തിലും ഇതേപോലെ നമ്മൾ ഓരോ ഫ്ലീറ്റ്സും നല്ലോണം മടക്കിയിട്ടിട്ട് ചെറിയ ചെറിയ ഇഞ്ച് ഒരു ഹാഫ് ഇഞ്ച് വേണ്ട, ഒരു ടങ്കീസിന് വേണ്ടിയിട്ടുള്ള അത്രയും വിഡ്ത്തിൽ ഞാൻ ഇതേപോലെ നല്ലോണം അറേഞ്ച് ചെയ്തെടുത്തു. എനിക്ക് ഇത്രയും വീതിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഒരു വയസ്സിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ ആ രീതിക്ക് ഞാനത് കറക്റ്റായിട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് എന്തോരം വരും എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് എനിക്കിത് കറക്റ്റ് എത്ര വിഡ്ത്ത് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു കണക്കിൽ വെച്ചിട്ടാണ് ഞാനത് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോഴത്തേനും ഇതിപ്പോൾ കറക്റ്റ് ഇതേപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് നോക്കണം എന്നില്ല. നമ്മൾ ഇതേപോലെ ഓരോ ഫ്ലീറ്റ്സും കറക്റ്റായിട്ട് ഇട്ടിട്ട് ടങ്കീസ് എന്തോരം അത്യാവശ്യം നല്ല വണ്ണമുള്ള ടങ്കീസ് എടുത്തിട്ട് അത് ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോ ഫ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഏകദേശം എത്ര വിഡ്ത്ത് വേണം എന്നുള്ളത്, വിഡ്ത്തും എത്ര ലെങ്ത്തും വേണം എന്നുള്ളത് രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വെട്ടണം. ഇത് ആ രീതിക്ക് ചെയ്യാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ വിഡ്ത്ത് വരുന്ന രീതിയിൽ വരെ ഇതേപോലെ ഫ്ലീറ്റ് ഇട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതേപോലെ ടങ്കീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ വിഡ്ത്തൊന്നും ലെങ്ത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്രത്തോളമാണ് നിങ്ങൾക്ക് വിഡ്ത്ത് ആവശ്യം എന്നുള്ളത്, ടങ്കീസ് ഫില്ല് ചെയ്യാനുള്ള വിഡ്ത്ത് ആവശ്യം നീളവും നോക്കുക. എന്നിട്ട് അത്രയും വരെ ചെയ്ത് നിങ്ങൾ ഇതേപോലെ ഫ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്ത് സൈഡ് മടക്കിയിരിക്കാനുള്ള സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള തുണി മാറ്റിയിട്ട് മടക്കി അടിക്കാനുള്ള സ്പേസ് ഇതേപോലെ മടക്കി അടിച്ചെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട മെഷർമെൻ്റ് ഒന്നും വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്രയും വണ്ണമുള്ള ഒരു ടങ്കീസാണ് എടുത്തത്. എനിക്കിത് ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ബോർഡർ മറ്റേ ഇതിൻ്റെ എഡ്ജ് വരുമ്പോഴത്തേനും നമുക്ക് ബോണിങ് നെറ്റ് വെച്ചിട്ട് മടക്കി അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് വലിയ ബൊട്ടീക്കുകാരൊക്കെ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.